കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ഇടുക്കി നിയോജക മണ്ഡലം 40ാം വാർഷിക സമ്മേളനം കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി തോമസ് രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കേണ്ട സമയം കഴിഞ്ഞിട്ടും പരിഷ്കരണ കമ്മീഷനെ പോലും നിയമിച്ചിട്ടില്ല. സമാശ്വാസം വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്നു. ഇടക്കാലത്ത് അനുവദിച്ച 1 ഗഡു DAയുടെ കുടിശ്ശിക നൽകിയിട്ടില്ല. മെഡിസപ്പ് പദ്ധതി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ബാധ്യതയായി മാറിയിരിക്കുന്നു തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയായി. കട്ടപ്പന ഹെൽത്ത് സൊസൈറ്റി ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം KPCC സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു. കോടികളുണ്ടായി രാജ്യം സാമ്പത്തിക വളർച്ച നേടി അത്യുന്നതമായ സാമ്പത്തിക വികാസത്തിലൂടെ നമ്മുടെ രാജ്യം പോകുന്നു എന്ന് രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുമ്പോൾ സർക്കാർ സർവീസിൽ സേവനം ചെയ്ത ആളുകൾ പോലും പെൻഷൻ പറ്റിയിട്ട് മരുന്ന് വാങ്ങാൻ ഉള്ള പദ്ധതികളൊന്നും പറ്റാത്തത് കൊണ്ട് എന്താണ് ഇനി ചെയ്യുക എന്ന് ആലോചിച്ച് കഷ്ടപ്പെട്ട് നടക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ഈ സാമ്പത്തിക സുസ്ഥിരത നേടിയത് എന്ന് പറയുന്നിടത്ത് KSSPA നിയോജകമണ്ഡലം പ്രസിഡന്റ് AD ചാക്കോ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം KA മാത്യു, DCC ജനറൽ സെക്രട്ടറിമാരായ YC സ്റ്റീഫൻ, MD അർജുനൻ, കോൺഗ്രസ് കാമാക്ഷി നിയോജകമണ്ഡലം പ്രസിഡന്റ് PM ഫ്രാൻസിസ്, KSSPA ജില്ലാ ട്രഷറർ ജോയി TM, നിയോജകമണ്ഡലം സെക്രട്ടറി മോഹനൻ നായർ G, വനിതാ ഫോറം ജില്ലാ കൺവീനർ അൽഫോൻസ, PS രാജപ്പൻ, തങ്കച്ചൻ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിനു ശേഷം പ്രതിനിധി സമ്മേളനവും നടന്നു. ജില്ലാ പ്രസിഡന്റ് PK ഷാജി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് സണ്ണി മാത്യു അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി PJ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് സംഘടനാ ചർച്ചയും നടന്നു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.